ഇനി അങ്ങോട്ട് ഇശലുവിൻ്റെ ലോകം എന്തൊക്കെയായിരിക്കും കേട്ടോ. പുതിയ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് അതെല്ലാം മാറി മാറി നോക്കുകയാണ് കേട്ടോ ഇശലു. അങ്ങനെ ഞങ്ങൾ അവളതെ ഈ ഒരു ഐറ്റത്തിലാണ് കേട്ടോ ഇരുത്തിയിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആൾക്ക് ഭയങ്കര സന്തോഷം. ആദ്യമായിട്ട് അതിൽ ഇരുത്തി കൊടുത്തതിൻ്റെ ഒരു പേടി അവൾക്കില്ല കേട്ടോ. അവളിത് അവിടെ പിടിച്ച് സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പതുക്കെ കറക്കി കൊടുത്തപ്പോൾ സംഭവം ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി കേട്ടോ. ആളുടെ മുഖത്തൊരു സന്തോഷം നിറഞ്ഞൊരു ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അച്ചോടാ എന്തൊരു രസമാണ് നോക്ക്. 2 റൗണ്ട് അവിടെ ഇരുന്ന് കറങ്ങിയിട്ടും ആൾക്ക് അവിടെ നിന്ന് എണീക്കാനുള്ള ഒരു പ്ലാനിങ്ങും ഇല്ല കേട്ടോ. കാരണം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പരിപാടി. ഇശലുവിനായിട്ട് ആദ്യമായിട്ടാട്ടോ ഞങ്ങൾ പാർക്കിലേക്ക് വരുന്നത്. അത് കാരണം തന്നെ ഇത് ഞങ്ങൾക്കും ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇക്കും ഞാനായിട്ടുള്ള ലൈഫാണ് ഏറ്റവും അടിപൊളി എന്നാട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങളുടെ കുഞ്ഞിശല് വന്നപ്പോഴാണ് അതിന് ഏറ്റവും കളർഫുള്ളായി മാറിയത്. നമ്മുടെ ലൈഫിലേക്ക് ഒരു ബേബി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് കംപ്ലീറ്റ് മാറും എന്ന് പറയുന്നത് സത്യമാണ്. അത് നമ്മൾ അനുഭവിച്ചാൽ മാത്രം തന്നെയാട്ടോ അറിയാൻ പറ്റുള്ളൂ. ഇങ്ങനെ കുഞ്ഞു കളിക്കുന്ന ഓരോന്നിലും അവളെ ഇരുത്തിയിട്ട് ഞങ്ങളിങ്ങനെ അവളെ ഹാപ്പി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആളും എല്ലാതും എൻജോയ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ലവ് ബേർഡ്സിന്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിലത്തെ കിളികളൊക്കെ കണ്ടിട്ട് അത് നോക്കി ചിരിക്കാണ് കേട്ടോ. ഇക്കു തരുന്ന ഇതുപോലത്തെ കുഞ്ഞു സർപ്രൈസുകളൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇത്രയൊക്കെ തന്നെയല്ലേ നമ്മുടെ ലൈഫിൽ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ ഒരു ടൈം ആയപ്പോഴത്തേനും കുറച്ച് കിളിക്കാമ്പറ്റികളൊക്കെ അവിടെ ഇവിടെയും കളി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈശ്വല നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. സന്ധ്യ ആവണ സമയത്ത് ഇവിടെ നിറയെ കിളികളുടെ സൗണ്ടാണ്. ഇവിടെ മരങ്ങളിലാണ് കംപ്ലീറ്റ് കിളികളുടെ കൂടെ തോന്നുന്നുണ്ട്. നിറച്ച് സൗണ്ടായിരുന്നു. ഈ ഒരു സംഭവത്തിൽ കൂടെ വരുന്ന ഉണ്ണികളെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ഈശ്വലു. അതിൽ കൂടെ ഉണ്ണികളെ എത്തുമ്പോൾ അവൾ ഭയങ്കര കളിയും ചിരിയായിരുന്നു കേട്ടോ. ആളത് നോക്കി നിൽക്കുകയാണ്. ചേച്ചിമാർ അതിൻ്റെ ഉള്ളിൽ കൂടെ വരുന്നത് കേട്ടോ. അപ്പോൾ അവരെ നോക്കിയിട്ട് ഇങ്ങനെ നല്ല കളിയിലായിരുന്നു. അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ലാസ്റ്റ് ഈ ഒരു ഏരിയയിലും കൂടി പോയി. ഇവിടെ കുറേ പ്രതിമകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഒരു കുഞ്ഞു മാൻകുട്ടിയുണ്ട്. അതിനെ കണ്ടപ്പോൾ ഈശ്വലു അതിനിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. അതിനിങ്ങനെ നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട്, ടാറ്റ പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരമൊക്കെ ടൈം സ്പെൻഡ് ചെയ്തു. ഇന്നത്തെ ഒരു ദിവസം അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് നാളായിട്ട് എനിക്ക് യാത്രകളൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു വിഷമമൊക്കെ ഇപ്പം എൻ്റെ ഇക്കു തീർത്ത് തരികയാണ് കേട്ടോ. പ്രഗ്നൻസി ടൈമിലൊക്കെ ഞാൻ കംപ്ലീറ്റ് വീട്ടിലായിരുന്നു. എനിക്കൊന്ന് പുറത്ത് പോകാൻ പോലും പറ്റിയിട്ടില്ല. അപ്പോൾ ഉണ്ണി വന്നപ്പോൾ ഉണ്ണീനായിട്ട് ഓരോ കുട്ടി സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ട് എന്നെ ഉണ്ണീനെ ഹാപ്പിയാക്കി വെക്കലാണ് കേട്ടോ. ആളുടെ ഹാപ്പിനെസ് എന്ന് പറയണത്. അങ്ങനെ ഞങ്ങളുടെ ഒരു മിനി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒരുപാട് പേരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കേട്ടോ വീഡിയോസ് കാണുന്നത്. പറ്റുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇന്നത്തെ ഒരു അടിപൊളി ദിവസം ഇവിടെ എൻജോയ് ചെയ്യാണ് കേട്ടോ. വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിത് തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.